ഹായ് ഫ്രണ്ട്സ്, കുഞ്ഞിക്കുട്ടീസ് ലൈഫ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെയൊക്കെ വീടുകളിൽ ഒഴിവാക്കാൻ കഴിയാത്ത ഒന്നാണ് കറിവേപ്പില. കറികൾക്ക് സ്വാദും മണവും നൽകുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നാണ് കറിവേപ്പില. നല്ല ആരോഗ്യമുള്ള കറിവേപ്പ്, നിറയെ ഇലകൾ, കീടങ്ങളോ രോഗങ്ങളോ ഇല്ലാത്തൊരു കറിവേപ്പ് നമ്മളെല്ലാവരും ആഗ്രഹിക്കും. അപ്പോൾ കറിവേപ്പ് വളരുന്നില്ല, നടുന്നതുപോലെ തന്നെ നിൽക്കുന്നു, പുതിയ തളിർപ്പുകൾ വരുന്നില്ല, ഉണങ്ങിപ്പോകുന്നു, ഇലകൾ മുറിഞ്ഞു പോകുന്നു, കീടങ്ങളുടെ ആക്രമണം, ഇലയിലെ നിറം മാറ്റം, ഇവയെല്ലാം കറിവേപ്പിൻ്റെ വളർച്ചയെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇവയെല്ലാം ഒഴിവാക്കി ആരോഗ്യമുള്ള ഒരു കറിവേപ്പ് വളർത്താനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്ത് ഫെർട്ടിലൈസർ നമുക്ക് കൊടുക്കാം, എങ്ങനെയാണ് പരിചരിച്ച് വളർത്തേണ്ടതെന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ നോക്കാം. അതിനു മുമ്പായി ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചട്ടികളിലും ഗ്രോ ബാഗിലും നിലത്തും നമുക്ക് വളരെ എളുപ്പത്തിൽ കറിവേപ്പ് നട്ട് വളർത്താം. നിലത്താണ് നട്ട് വളർത്തുന്നതെങ്കിൽ നല്ല നീർവാഴ്ചയുള്ള മണ്ണിലാണ് നമ്മൾ കറിവേപ്പ് നടേണ്ടത്. വെള്ളം കെട്ടിക്കിടക്കാത്ത സ്ഥലം വേണം നമ്മൾ നടാനായി തിരഞ്ഞെടുക്കേണ്ടത്. കറിവേപ്പ് ചെടിക്ക് അനുയോജ്യമായ pH 6.0 മുതൽ 7.5 വരെയാണ്. നല്ല സൂര്യപ്രകാശം ആവശ്യമുള്ള ഒരു ചെടിയാണ് കറിവേപ്പ്. അതിനാൽ ചെടി നടുന്ന സ്ഥാനത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ കറിവേപ്പിന് കുറഞ്ഞത് 4 മുതൽ 6 മണിക്കൂർ നേരിട്ട് സൂര്യപ്രകാശം ലഭിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുന്ന സ്ഥലത്ത് വേണം നമ്മൾ നട്ട് വളർത്തേണ്ടത്. 25 ഡിഗ്രി സെൽഷ്യസ് മുതൽ 35 ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള താപനിലയിലാണ് കറിവേപ്പ് നന്നായി വളരുന്നത്. അപ്പോൾ നല്ല രീതിയിലുള്ള സൂര്യപ്രകാശം കിട്ടുവാണെങ്കിൽ കറിവേപ്പിൻ്റെ ഇലകൾക്കൊന്നും വലിയ രീതിയിൽ രോഗങ്ങളോ ഒന്നും ഇല്ലാതെ വളർത്തിയെടുക്കാൻ പറ്റും. കീടശല്യവും കുറവായിരിക്കും. കറിവേപ്പിന് സ്ഥിരമായി നനവ് ആവശ്യമാണ്. അമിതമായിട്ടുള്ള നനവ് ഒഴിവാക്കുക. കറിവേപ്പ് തൈകൾ നടാനായിട്ട് വേരിൽ നിന്ന് മുളപ്പിച്ച നല്ല കരുത്തുള്ള തൈകൾ വേണം നമ്മൾ നടാനായിട്ട് എടുക്കേണ്ടത്. 2 അടിയെങ്കിലും ആഴവും വിസ്താരവുമുള്ള കുഴിയിൽ വേണം നമ്മൾ തൈകൾ നടാൻ. കുഴിയിൽ നമുക്ക് ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ ഇട്ട് കുഴി മൂടി നടുവിൽ ചെറിയ കുഴിയെടുത്ത് വേണം തൈ നടാൻ. തൈ നടുന്ന സ്ഥലത്തെ മണ്ണ് ഉറപ്പുള്ളതാണെങ്കിൽ കുഴിയിൽ ചകിരിച്ചോറ്, ഉമി, ഉണങ്ങിയ കരിയില ഇവയിലേതെങ്കിലും ഇട്ട് കുഴി വായു സഞ്ചാരമുള്ളതാക്കണം. തൈകൾ നടുമ്പോൾ നമുക്ക് 1 പിടി വേപ്പിൻ പിണ്ണാക്കും 1 പിടി എല്ലുപൊടിയും കുഴിയിൽ ചേർത്ത് ഇളക്കി നട്ടാൽ രോഗങ്ങളില്ലാത്ത കറിവേപ്പ് നമുക്ക് വളർത്തിയെടുക്കാം. കറിവേപ്പ് നട്ട് 3 മാസം കഴിഞ്ഞ ശേഷം നമുക്ക് തടം ചെറുതായിട്ടൊന്ന് ഇളക്കി വേരിന് ക്ഷതം വരാത്ത രീതിയിൽ നമുക്ക് ജൈവവളങ്ങളൊക്കെ ചേർത്ത് മണ്ണ് കൂട്ടി ചേർത്ത് കൊടുക്കണം. അപ്പം നമുക്ക് കറിവേപ്പ് നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് നല്ല വളങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ കൊടുക്കാം. ചാണകപ്പൊടി വളമായിട്ട് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ പച്ചച്ചാണകവും കടലപ്പിണ്ണാക്കും പുളിപ്പിച്ച് അതിൻ്റെ തെളി ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. പെട്ടെന്ന് തന്നെ തളിരുകളൊക്കെ വരാനും ചെടി നന്നായിട്ട് വളരാനും അത് സഹായിക്കും. നല്ല വേനൽ ചൂടിൽ കറിവേപ്പിൻ്റെ ചുവട്ടിൽ കരിയിലേക്ക് ഇട്ട് പുതയിട്ട് കൊടുക്കുന്നത് ഈർപ്പം നിലനിർത്താനായിട്ട് സഹായിക്കും. കറിവേപ്പിൻ്റെ വളർച്ചയ്ക്കും അധികം ഉയരത്തിൽ വളരുന്നത് തടയാനും കമ്പുകൾ കോതി ഒതുക്കി നിർത്തുന്നത് ഏറ്റവും നല്ലതാണ്. ചെടിയിൽ കൂടുതലായിട്ട് ഇലകൾ ഉണ്ടാവാനായിട്ടും ചെടി നല്ല ആരോഗ്യത്തോടെ വളരാനായിട്ടും ഇത് സഹായിക്കും. അപ്പോൾ ചെടിയുടെ ആരോഗ്യം നിലനിർത്താനും പുതിയ തളിർപ്പുകളൊക്കെ ഉണ്ടാവാനും ഉണങ്ങിയതോ മഞ്ഞ നിറമുള്ളതുമായിട്ടുള്ള ഇലകളൊക്കെ നീക്കം ചെയ്യാനായിട്ടും ശ്രദ്ധിക്കണം. തലേ ദിവസത്തെ കഞ്ഞിവെള്ളം കറിവേപ്പിൻ്റെ വളർച്ചയ്ക്കും അതേപോലെ കീടങ്ങളെ നിയന്ത്രിക്കുന്നതിനും നല്ലതാണ്. അപ്പോൾ നമുക്ക് 1 കപ്പ് കഞ്ഞിവെള്ളം 2 കപ്പ് വെള്ളത്തിൽ നേർപ്പിച്ച് ഇലകളിലൊക്കെ തളിച്ചു കൊടുക്കാം, ചുവട്ടിലൊഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് തന്നെ നമ്മുടെ ചെടിയുടെ വളർച്ചയും കീടങ്ങളെ നിയന്ത്രിക്കുന്നതിനും സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് പുഴുക്കളുടെയൊക്കെ ശല്യം ഒഴിവാക്കാനായിട്ട് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം സോപ്പ് ലായനിയിൽ മിക്സ് ചെയ്ത് നമുക്ക് ഇലകളിലൊക്കെ തളിച്ചു കൊടുക്കുകയാണെങ്കിൽ പുഴുക്കളുടെ ശല്യം ഒഴിവാക്കാനായിട്ടും പറ്റും. തന്നെ നമുക്ക് കറിവേപ്പ് നനയ്ക്കുമ്പോൾ ശക്തമായ രീതിയിൽ നമ്മൾ ഇലകളിലോട്ടൊക്കെ വെള്ളം എത്തുന്ന രീതിയിലും ഇലകൾക്കടിയിലും ഒക്കെ ഒന്ന് നനച്ചു കൊടുക്കുകയാണെങ്കിൽ ഇലകളിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന കീടങ്ങളെയൊക്കെ ഒഴിവാക്കാനായിട്ട് സഹായിക്കും. നമ്മുടെ ചെടി നല്ല ആരോഗ്യത്തോടെ വളരുവാണെങ്കിൽ മാത്രമാണ് നല്ല ഇലകളോട് കൂടിയ കറിവേപ്പ് നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ചെടിയുടെ ആരോഗ്യം നിലനിർത്താനായിട്ട് നമുക്ക് കീടങ്ങളും രോഗങ്ങളും ഒക്കെ ഇല്ലാതെയാക്കണം. അപ്പോൾ നമ്മുടെ ചെടികളിലുണ്ടാകുന്ന ഇലകളിലുണ്ടാകുന്ന കറുത്ത പാടുകൾ, വെളുത്ത പുള്ളികൾ, അപ്പോൾ ഈ രോഗങ്ങളൊക്കെ നിയന്ത്രിച്ച് നമ്മുടെ ചെടിയെ നല്ല ആരോഗ്യത്തോടെ വളർത്താനായിട്ട് വീട്ടിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു ഫെർട്ടിലൈസർ തയ്യാറാക്കാം. ഇത് ഫെർട്ടിലൈസർ മാത്രമല്ല, നല്ലൊരു കീടനാശിനി കൂടിയാണ്. ഇത് നമ്മുടെ ചെടികൾക്ക് കൊടുക്കുന്നത് വഴി ഇലകളൊക്കെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കാനും യാതൊരു കീടശല്യവും ഉണ്ടാവാതെ ഇലകളിലുണ്ടാകുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളെയും പരിഹരിച്ച് നമ്മുടെ വീട്ടിലെ കറിവേപ്പ് തഴച്ചു വളരാനായിട്ടും അതേപോലെ വേരുകളൊക്കെ ബലപ്പെടുത്താനായിട്ടും ഈ ഒരു ഫെർട്ടിലൈസർ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് വേണ്ടുന്നത് കറ്റാർ വാഴയുടെ തണ്ടാണ്. നമുക്ക് എത്രമാത്രം വേണം അതിനനുസരിച്ച് തണ്ടുകൾ എടുക്കാം. ഈ തണ്ട് നമ്മൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ജ്യൂസാക്കി എടുക്കണം.
അപ്പോൾ കറ്റാർവാഴയുടെ ഗുണങ്ങൾ നമുക്കറിയാലോ. നമ്മുടെ ചെടികളുടെ വേര് ബലപ്പെടുത്താനും ചെടിയുടെ വളർച്ചയ്ക്കും ഒക്കെ നല്ല രീതിയിൽ സഹായിക്കും. ഈ ജ്യൂസ് നമുക്കൊരു ബോട്ടിലിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വേണ്ടുന്നത് ഈ എടുത്ത കറ്റാർവാഴയുടെ ജ്യൂസിൻ്റെ ഇരട്ടിയായിട്ട് കഞ്ഞിവെള്ളമാണ്. അതാത് ദിവസത്തെ കഞ്ഞിവെള്ളം നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്ക് നല്ല രീതിയിൽ സഹായിക്കും, കീടങ്ങളെ നിയന്ത്രിക്കാനും സഹായിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കീടനിയന്ത്രണത്തിനും ചെടികളിലുണ്ടാകുന്ന രോഗങ്ങളെയൊക്കെ തടയാനായിട്ട് നല്ലൊരു ഉപാധിയാണ് നമ്മുടെ മഞ്ഞൾപ്പൊടി. ഇനി ഇവ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് അടച്ചു വെച്ച് 2 ദിവസം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. 2 ദിവസം കഴിഞ്ഞ് നമ്മൾ ഈ ഒരു ബോട്ടിൽ തുറക്കുമ്പോഴത്തേന് ഇത് നല്ലൊരു വളവും അതേപോലെ നല്ലൊരു കീടനാശിനിയായിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത ശേഷം നമുക്ക് എത്രയാണോ ഈ ഒരു ലായനി കിട്ടുന്നത് അതിൻ്റെ 2 ഇരട്ടി വെള്ളവും കൂടെ ചേർത്ത് ഡയലൂട്ട് ചെയ്ത ശേഷം നമുക്ക് കറിവേപ്പിലൊക്കെ ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കാം. അതേപോലെ തന്നെ ഇലകളിലൊക്കെ തളിച്ചു കൊടുക്കാം. സ്പ്രേ ചെയ്ത് ഇലകൾക്ക് അടിവശത്തുമൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കറിവേപ്പിലുണ്ടാകുന്ന കീടങ്ങളെയൊക്കെ നമുക്ക് പെട്ടെന്ന് തുരത്താനും അതേപോലെ രോഗങ്ങളുമൊക്കെ ചേർത്ത് കറിവേപ്പിൻ്റെ ഇലകളൊക്കെ നല്ല ഫ്രഷായിട്ട് നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കി ഒരു 15 ദിവസം കൂടുമ്പോൾ മാത്രം നമ്മുടെ ചെടികൾക്കൊന്ന് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.